ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം പോഷക ഗുണങ്ങളുള്ള വാഴക്കൂമ്പിൻ്റെ ഒരു തോരനാണ് ഞാനിന്നോട് തയ്യാറാക്കിയിരിക്കുന്നത്. രക്തത്തിലെ ഷുഗർ ലെവൽ കുറയ്ക്കാനും അനീമിയ തടയാനും ഡയബറ്റീസൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ വളരെയധികം വാഴക്കൂമ്പ് നമ്മളെ സഹായിക്കും. ഇത് ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വാഴക്കൂമ്പൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുമല്ലോ വീടുകളിലൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതാണ് വാഴക്കൂമ്പ്. ഇതെങ്ങനെയാണ് നമുക്ക് അരിഞ്ഞെടുക്കുന്നതെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലത്തെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ ആ ഒരു ഇത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഈ തൊലിയൊക്കെ ഇടണമെങ്കിൽ കുറച്ച് കയ്പ്പുണ്ടാവും. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഭാഗമൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ട് കീറിയെടുക്കാം. ഇതുപോലെ 2 പീസാക്കിയിട്ട് ആദ്യം എടുക്കാം. ഇനി നമുക്ക് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ നെടുകയില, ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതിന് നല്ല കയ്പ്പുണ്ടാവും. അതിനെ നമുക്ക് ആദ്യം മുറിച്ച് മാറ്റിയെടുക്കാം. അങ്ങനെ 2 എണ്ണത്തിൽ നിന്ന് നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് ആദ്യം നീളത്തിൽ ഇതുപോലെ അരിഞ്ഞിട്ട് പിന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വാഴക്കൂമ്പ് ഇത് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വാഴക്കൂമ്പിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു കറ കളയുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ എഴുതി കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ചെറുപയറും കൂടി ചേർത്തിട്ടാണ് തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുതിർത്തി വെച്ചതാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി. ഇനി നമുക്ക് സാധാരണ തോരൻ വെക്കുന്നത് പോലെ ആദ്യം നമുക്ക് വാഴക്കൂമ്പ് ചെറിയ ഉള്ളിയും പച്ചമുളകും വഴറ്റിയതിന് ശേഷം വാഴക്കൂമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കാം. പത്ത് മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചെരുകിയത് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വാദിഷ്ടമായ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.